ട്രെയിനുകളിലടക്കം വിതരണം ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്ന ഭക്ഷണമാണ്. വളരെ കാലപ്പഴക്കമുള്ള തുറന്നു വെച്ച സ്ഥിതിയിൽ ഈച്ചയടക്കം നിൽക്കുന്ന സാഹചര്യമാണ് ഈ ഭക്ഷണത്തിലൊക്കെ കാണുന്നത്. കറി അതോടൊപ്പം തന്നെ പഴകിയ ഭക്ഷണ സാമഗ്രികളൊക്കെ തന്നെ കാണാം. കടവന്ത്രയിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു സ്ഥാപനമാണ് ഇത്. ബൃന്ദാവൻ ഫുഡ് പ്രൊഡക്ട്സ് എന്നാണ് പേര്. ഇവിടെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇത് നിർമ്മിക്കുന്നതും ഇത് പാക്ക് ചെയ്യുന്നതുമൊക്കെ തന്നെ. ഇത് അതിനുശേഷം ഈ വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിൽ വന്ദേ ഭാരതിൻ്റെ സ്റ്റിക്കർ അടക്കം പതിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ വിതരണം ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്ന ഭക്ഷണമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ കൃത്യമായ ഒരു മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്നാണ് പ്രാഥമികമായ ഒരു നിഗമനം. പ്രത്യേകിച്ച് ഇതിൻ്റെ ഉടമ ആരാണ്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ മാനേജർ ആരാണ് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ കോർപ്പറേഷന് പോലും കൃത്യമായ ഒരു വ്യക്തതയില്ല. അത്തരത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വളരെ മോശമായ സാഹചര്യത്തിൽ മോശമായ ഭക്ഷണം പാകം ചെയ്യുകയും അത് മോശമായ രീതിയിൽ സൂക്ഷിക്കുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആരോഗ്യ വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥരടക്കം ഇവിടെയുണ്ട്. മാഡം, ഇത് വളരെ പഴക്കമുള്ള ഭക്ഷണമാണ്. അതെ, എൻ്റെ എക്സ്പയറി എല്ലാം കഴിഞ്ഞതാണ്. ഇപ്പം ഞങ്ങൾ വന്ന് പരിശോധിക്കുമ്പോൾ ഇതിങ്ങനെ തുറന്ന നിലയിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇവിടെ ആരും അധികാരപ്പെട്ടവരാരും ഉണ്ടായിരുന്നില്ല. ഇവർ നമ്മൾ അറിഞ്ഞ് പോയതാണെന്ന് തോന്നുന്നു. പിന്നെ ഈ മീറ്റൊക്കെ ഈ ഇറച്ചിയൊക്കെ സൂക്ഷിച്ചിരുന്ന ഫ്രീസറിലൊക്കെ എക്സ്പയറി കഴിഞ്ഞ സാധനങ്ങളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ വേസ്റ്റ് വെള്ളമാണെങ്കിൽ അപ്പുറത്തെ തോട്ടിൽ കാനയിലേക്ക് ഒഴുക്കി കളയുന്ന രീതിയാണ്. 2-3 പ്രാവശ്യം ഇവർക്ക് താക്കീത് കൊടുത്തതാണ് നമ്മൾ. പക്ഷേ ഫൈനൊക്കെ അടപ്പിച്ചു. എന്നിട്ടും ഇവർ ഇത് തന്നെ വീണ്ടും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനമാണ് ഇത് അടച്ചു പൂട്ടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലോട്ട് എടുത്ത് നമ്മൾ വന്ന് ഇൻസ്പെക്റ്റ് ചെയ്യുന്നത്.